പറയുന്ന വ്യക്തിക്ക് സ്വന്തം ഭർത്താവ് കൊല്ലം സുധി ലൈവായിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയണം മാനസിക പ്രോബ്ലം ഉണ്ട് എന്റെ വൈഫിന്, അതിന് മരുന്ന് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിന് മറുപടി തരുന്നില്ല? പറയൂ, അതിനുള്ള ഉത്തരം പറയാം. അത് പറയാതിരിക്കും. ഇപ്പൊ ഞാൻ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ നായകന് ഭാര്യ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അപ്പോഴേ വന്നു ഒരു ഇന്റർവ്യൂ. അതും സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം, ഓർമ്മ ദിവസം തന്നെ വന്നിട്ട് അങ്ങോട്ട് ഊട്ടി കൊടുക്കണോ ഇങ്ങോട്ട് ഊട്ടി കൊടുക്കണോ, എന്റെ ഭഗവാനെ ഒന്നും കാണാൻ വയ്യ. എന്നിട്ട് അതിനൊരു ഇന്റർവ്യൂ, എന്നിട്ട് ആ പ്രതീഷിന്റെ ഭാര്യനെ കൊണ്ടൊരു ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് സുധിച്ചേട്ടന്റെ രണ്ടാമത്തെ ഭാര്യ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പറയുന്ന രേണുവിന്റെ അശ്ലീല ചാറ്റുകൾ കാരണമാണ് എന്റെ കുടുംബജീവിതം, ഞാൻ സുധിച്ചേട്ടനുമായിട്ടുള്ള കുടുംബജീവിതം തകർന്നത് എന്ന് വന്ന് മുഖം കാണിക്കാതെ ആ കുട്ടി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടതാണ്. അതിന് വന്നിട്ട് പറഞ്ഞു ഇതാണ് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പറഞ്ഞ് പൊക്കി പിടിച്ച് 50 രൂപയുടെ മുദ്രപത്രം കൊണ്ടുവന്നിട്ട് അവിടെ വെളുപ്പിച്ചു. ഓക്കെ, അതും അതിനുള്ള മറുപടി കൊടുത്തു. ഇതിനെന്താണ് ഈ പറയുന്ന രേണു മറുപടി തരാത്തത്? എന്റെ ഭർത്താവ് കള്ളം പറഞ്ഞു എന്ന് വന്നിട്ട് പറയായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒന്നുമില്ല, എന്റെ ഭർത്താവ് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ എന്ത് കൊടുക്കുന്നില്ല? എന്താ വായയിൽ അണ്ണാക്കിൽ പിരിവെട്ടി കിടക്കുവാണോ? എല്ലാത്തിനും ഏത് ബാഡ് കമന്റ് ഇട്ടാലും പുള്ളിക്കാരി പറയും എനിക്ക് എല്ലാം പൂമാലയാണെന്ന്. എന്നിട്ട് വന്നിട്ട് നന്നായിട്ട് പ്രതികരിച്ച് അതിനൊരു ഇന്റർവ്യൂ ആക്കുന്ന രേണു എന്ന ആ ആൾക്ക് എന്തുകൊണ്ട് ഇതിനെ പറ്റി പറയുന്നില്ല? പറയൂ. എന്താ ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് മിസ്സാവും എന്ന് പറഞ്ഞിട്ടാണോ ഇത് അടച്ചു പിടിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല, പറയണം. അല്ലെങ്കിൽ ഇത് എന്റെ ഭർത്താവ് നുണ പറഞ്ഞതാണ്, അന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് കള്ളം പറഞ്ഞതാണ് എന്ന് വന്നിട്ട് പറയണേ. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് വന്നിട്ട് പറയണേ. എന്താ ഈ വീഡിയോ ആരും കണ്ടില്ലേ? ഇതും കണ്ടു കാണും. പ്രതീഷിന് വാരിക്കൊടുത്ത വീഡിയോ കാണാനിടയായി അതിനൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുന്ന രേണുവിന് ഈ വീഡിയോ കണ്ടു കാണും. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ മക്കളെ, ഇതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ട്. അതേപോലെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു വലിയ വീടൊക്കെ കാണിച്ചിട്ട് അതിന് ഇത്ര മുടക്കിയ ഇത്ര കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഈ പറയുന്ന പ്രതീഷും ഈ പറയുന്ന രേണുവും കൊണ്ടുവന്നിട്ട് മുക്കി അത് പോലീസ് കേസ് ആവുമോ എന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് തൂറി മെഴുകിയിട്ട് മുക്കി. അതിനെ പറ്റിയിട്ട് എന്താ ഇന്റർവ്യൂ പറയാത്തത്? എന്താ മോളെ, പോലീസ് പൊക്കുന്നു വിചാരിച്ചോ? നിയമപാലകര് നന്നായിട്ട് നിയമം കയ്യിലെടുത്ത് നന്നായിട്ട് താങ്ങുന്നു, പേടിച്ച് വിറച്ച് മുട്ടുകാല് വിറച്ചോ? അതിനെ പറ്റിയിട്ടൊന്നും ഇന്റർവ്യൂ കാണില്ല. ആ വീഡിയോ ഒക്കെ മുക്കിയിട്ട് കണ്ടം വഴി ഓടിയല്ലോ. അതിനൊരു മാപ്പേ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചായ കൊടുക്കാൻ വേണ്ടി ചായ എന്ന് പറയുന്ന പോലെ പ്രതീക്ഷ വന്ന് മാപ്പ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ കോപ്പുകളെ. നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കുന്ന ഒരു പറ്റിയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലോട്ടറി ടിക്കറ്റിൽ മീൻ പിടിക്കാൻ പോയ രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അടിക്കൂടെ എടുത്തിട്ട് ഞൂഞ്ഞു എടുത്തിട്ട് എടുക്കണതും, എന്നിട്ട് അവരിന്റെ ആൾക്കാർക്ക് വിന്നറാകാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വീണതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പതാ ഒരു വീടുണ്ട്, അതിന് ഇത്ര മുടക്കും അത്ര മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആടൊക്കെ ചെയ്തിട്ട് ആ ആട് എന്ത് ചെയ്യും? മുക്കിയ കള്ളികളും കള്ളന്മാരും കൂടി ഇട്ട് ചേർന്ന് ഡിപ്രഷൻ ആണെന്ന് ഭർത്താവ് പറഞ്ഞു. അത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്ന് പറഞ്ഞ് വലിയ പരിഗണന കൊടുക്കണം. ഡിപ്രഷൻ മരുന്ന് കഴിക്കുമ്പോൾ അപ്പൊക്കെ മാറും. ബാക്കിയുള്ള സമയങ്ങളൊക്കെ നല്ല തെളിവായിട്ട് തന്നെയാണ് രേണു ഇരിക്കുന്നത്. കള്ളത്തരങ്ങൾ ചെയ്യുമ്പം മര്യാദക്കാണ്. അത് നല്ലോണം നാട്ടുകാരിൽ നിന്ന് പൊങ്കാലിട്ടു. ആ വീഡിയോ എന്തിനു മുക്കി? അതിനെ പറ്റിയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടില്ലല്ലോ. കള്ളന്മാരും കള്ളികളും കൂടി ഇട്ട് കുറെ ഗജനാവ് ഇട്ടിട്ട് പാരിട്ട് നാട്ടുകാരന്റെ ഞാൻ അടിക്കാന്ന് വിചാരിച്ചു അല്ലെ? ഇപ്പൊ കുറെ ട്രോഫി അവാർഡ് എന്തിനാണാവോ ഇതൊക്കെ കൊടുക്കണമെന്ന് എനിക്കറിയുന്നില്ല. എന്താണ് അതിനൊരു അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ ഞാനിപ്പോ പറയുന്നില്ല, അതാണെന്ന് പറഞ്ഞ് അത് സമ്മതിച്ചുകൊണ്ട് ഈ ഗുളികകളും മരുന്നുകളൊക്കെ അവിടെ ഇന്റർവ്യൂവിൽ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോ അതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് അതിന് ഒരക്ഷരം ഈ പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തി, ഞാൻ സുധിച്ചേട്ടന്റെ പേര് ഇനി രേണുവിന്റെ കൂടെ ഞാൻ വലിച്ചേർക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചല്ല,
ഒരു ഭർത്താവ് മരിച്ചിട്ട് ആ ഭർത്താവിന്റെ പേര് വെച്ച് നേട്ടം കിട്ടിയ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഒരാളുണ്ടെങ്കിൽ അത് ഈ രേണു മാത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി രേണുവിന്റെ കൂടെ ആ സുധി എന്ന് പറയുന്ന പേര് ഞാൻ ഇഴത്തില്ല. പുള്ളിക്കാരി ആ ഒരു കാര്യത്തിൽ. എന്നിട്ട് ഈ ഇടയ്ക്കങ്ങാണ്ട് നിങ്ങൾ എന്റെ കാര്യങ്ങൾ നോക്കിയോ? നിങ്ങൾ എന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കണ്ടോ? നിങ്ങൾ എനിക്ക് എന്താണ് നിങ്ങൾ എന്ന് പറയണോ? അപ്പൊ ഈ പൊതു ജനങ്ങള് ഈ പറയുന്ന രേണുവിന് ഒരു സഹായം ചെയ്തു കൊടുത്തില്ലേ? വീട് വെച്ചു കൊടുത്തില്ലേ? അതൊരു സഹായമല്ലേ? അതെന്താ പറയാത്തത്? വീട് എന്താ തന്നെ പൊട്ടിമുളച്ച ഉണ്ടായതാണോ ഈ വീട്? അന്നത്തെ ആ കരച്ചിലും കണ്ണീരും കണ്ടു കഴിഞ്ഞ നാട്ടുകാർ മുഴുവൻ എല്ലാവരും കൂടി ഒത്തുതീർന്നിട്ടല്ലേ നിങ്ങൾക്ക് ഒരു വീട് കിട്ടിയത്? നിങ്ങളുടെ സഹതാപവും അന്ന് നിങ്ങൾ ചുരിദാറും അന്ന് നിങ്ങൾ ഭയങ്കര ഒരു വീട്ടമ്മയുടെ ലുക്കിൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ ആ ഒരു മനസ്സ് കണ്ട് നാട്ടുകാർ ചെയ്തു തന്നു. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നില്ല. ഫുൾ ടൈം നിങ്ങൾക്ക് ചെലവ് തന്നുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്തതല്ലേ? ഈ പറയുന്ന രേണുവിന് നല്ലൊരു ജോലി ഓഫർ ചെയ്തിട്ട് എന്തുകൊണ്ട് അത് പോകുന്നില്ല? അത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടിപ്പിടിക്കാനും കൂത്തടിക്കാനും ഫേമസ് ആകാനും പറ്റില്ലല്ലോ. 10 പേര് അറിയത്തില്ലല്ലോ. അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ജോലി ചെയ്യണമായിരുന്നു. അത് പറ്റത്തില്ല. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വൃത്തികേടായിട്ട് കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെലവിന് തരുമോ? അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഞാനും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുകയാണ്, പണിയെടുത്ത് ജീവിക്കുകയാണ്. എനിക്ക് ഫേമസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നടുറോട്ടില് നാടകം കളിച്ചിട്ട് പേക്കൂത്ത് കാണിച്ചിട്ട് നാട്ടുകാരന്റെ തെരുവാൻ കൂട്ടിയിട്ട് ഒന്നും എനിക്ക് ഫേമസ് ആവണ്ട. അപ്പോ മിണ്ടുമ്പോ ഓരോരോ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ചില കള്ളത്തരങ്ങൾ എന്തിനാണ് ഈ പൂത്തി വെക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയോ? നിങ്ങൾ അങ്ങനെ ചെയ്തോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, ഞാൻ വലിയ ആളായി കഴിഞ്ഞപ്പോ നിങ്ങൾ നിങ്ങൾക്ക് കണ്ണിക്കടിയാണെന്ന്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ഒന്നും ചെയ്തില്ലല്ലേ? നീ ഇപ്പൊ നിൽക്കുന്ന വീട് എങ്ങനെ ഉണ്ടായതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാട്ടപ്പോ ഈ നാട്ടുകാർ മാത്രമാണ് ഉണ്ടായതും സഹായിച്ചതും എല്ലാം. നിനക്ക് പിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടും ഡ്രസ്സ് ഇപ്പൊ കയറി മുട്ടിന്റെ മേലെയായി ഡ്രസ്സ്. സത്യം പറയാലോ, ഇതിനൊക്കെ പേരുദോഷം കേൾക്കുന്നത് ആർക്കാന്നറിയോ? ഈ മരിച്ചുപോയ കൊല്ലം എന്ന് പറയുന്ന സുധിച്ചേട്ടനാണ്. അത് മനസ്സിലാക്കണം ആദ്യം. ഒരു സഹായം നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് നീ പറയരുത്. മനസ്സിലായോ? ചില കാര്യങ്ങളൊക്കെ പൂത്തിവെക്കുക. പറയണം, ഇന്റർവ്യൂവിൽ നേരിട്ട് വന്നിട്ട് പറയണം, എന്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണ്, എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയണം. എന്തേ പറയാൻ പറ്റുന്നില്ല? അനക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് മിസ്സാവോ എന്ന് പറഞ്ഞ് പേടിച്ച് പണ്ടാറടങ്ങിയിട്ടാണോ പറയുന്നത്? അപ്പൊ അതുപോലെ ഈ പ്രതീഷിനോട് പറയാണ്, പ്രതീഷെ ഓവറായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് എനിക്കിട്ട്. ഈ ഇടയ്ക്ക് നീ എന്താ പറഞ്ഞത്? അയ്യോ നിങ്ങളെ ബിഗ് ബോസിൽ നിന്ന് തൂക്കി വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ പച്ചക്കള്ളം വന്നിട്ട് പറഞ്ഞ് എനിക്കിട്ട് താങ്ങിയിട്ട് ഞാൻ അതിന് തെളിവ് സഹിതം വീഡിയോ എടുത്തപ്പോ നീ എന്താ വായ അടച്ചുപോയോ? നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒരു വീടും കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തിനാണ് അതെണ്ടി മുക്കിയത്? മുക്കല് വീര കിടന്ന് മുക്കും ഞാൻ പറഞ്ഞിട്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. മനസ്സിലായ? രണ്ടും കൂടി ഇറങ്ങിയിരിക്കുക. നാട്ടുകാരെ പറ്റിക്കാനും നാട്ടുകാർക്കിട്ട് ഉണ്ടാക്കാൻ. എന്ത് കാണിച്ചാലും ഒറ്റ വാക്കാണ് അടിയിൽ കമന്റ് വരിക. ഇവരുടെ കുറെ ഫേക്ക് ഐഡിയ ഉണ്ട്. ഞാൻ അതിൽ കയറി നോക്കി. അതിൽ അധികം ഫോളോവറിലോ ഒന്നുമില്ല. ഒരു പെണ്ണിന്റെ പിക്ചർ മാത്രമേ. പെണ്ണുങ്ങൾക്കാണല്ലോ മുൻഗണന. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ പിക്ചർ ഇട്ടിട്ട് ഫേക്ക് ഐഡി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ. ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ. എല്ലാവരും എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോണത്. ഇവരാണ് തോന്നിയവസം കാണിച്ച് ജീവിച്ചു പോണത്, കള്ളത്തര കാണിച്ചു ജീവിച്ചു പോണത്. പലരും പച്ചക്കള്ളം പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്താൻ നോക്കുന്നത്.